ചെറുകഥകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഓരോ ചെറുകഥ കൂടി പോസ്റ്റ് ചെയ്യാം എന്ന് കരുതുന്നു. ഏറ്റവും കൂടുതൽ പേർ വായിച്ച കഥകൾ കേൾവിക്കാർക്കായി ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടാമത്തെ ചെറുകഥ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. വൈദ്യുതി ബോർഡിൻ്റെ അരുൺ ജോലി ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിലേക്ക് പുതിയതായി ഒരു സീനിയർ അസിസ്റ്റൻ്റ് സ്ഥലം മാറ്റമായി വരുന്ന വിവരം തലേദിവസം എല്ലാവരും അറിഞ്ഞതാണ്. അതിപ്പോൾ ആരായാൽ എന്താ എന്ന ഭാവമായിരുന്നു അരുണിന്. എന്നാൽ രാവിലെ ഓഫീസിലെത്തിയപ്പോൾ പുതിയതായി ഒരു സുന്ദരിക്കുട്ടിയെ അവിടെ കണ്ടപ്പോൾ എന്തോ അവനൊരു ആകാംക്ഷ. ഒന്നുമല്ലെങ്കിലും ഒരു സുന്ദരിക്കുട്ടിയല്ലേ? അരുൺ ചങ്ങാതിയോട് തിരക്കി. അതാണ് ഇന്നലെ പറഞ്ഞ സീനിയർ അസിസ്റ്റൻ്റ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നിട്ട് ചാർജ് എടുക്കാൻ നിൽക്കുകയാണ്. സാവകാശം പരിചയപ്പെടാം, ഇനിയും സമയമുണ്ടല്ലോ. അത് കേട്ടിട്ടെന്ന പോലെ അവൾ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ ആര്യ, പുതിയതായി പ്രൊമോഷൻ കിട്ടി SA ആയി വന്നതാണ്. പിന്നെ അതുവരെ വന്നവരെല്ലാം പരിചയപ്പെട്ടു. അരുണിന് വല്ലാത്ത സംശയം. ഈ മുഖം തനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. മാത്രമല്ല പേരും ഓർമ്മയിൽ എവിടെയോ ഉണ്ട്. അധികം ചികയേണ്ടി വന്നില്ല. ചിന്തകൾ കുറച്ചു വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചു. ഹോസ്റ്റലിൽ താമസിച്ച് +2 പഠിക്കുകയാണ് അരുൺ. അവരുടെ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ. അരുൺ അങ്ങോട്ട് നോക്കാറേയില്ലാത്തതായിരുന്നു. ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായി ആ ഭാഗത്തേക്ക് നോക്കിയ അരുൺ കണ്ടത് 2ാം നിലയിലെ ഒരു ജനലരികിൽ തൻ്റെ നേരെ നോക്കി നിൽക്കുന്ന സുന്ദരമായ ഒരു മുഖമാണ്. അവൻ്റെ ഹൃദയത്തിന് പറഞ്ഞറിയിക്കാനാവാത്ത ഏതോ പ്രത്യേകത അനുഭവപ്പെട്ടു. രണ്ടാമതൊന്നും നോക്കാൻ നിൽക്കാതെ അരുൺ അവിടെ നിന്നും സ്ഥലം വിട്ടു. എന്നാലും ആ നോട്ടവും പുഞ്ചിരിയും അവൻ്റെ മനസ്സിനെ വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കി. അടുത്ത ദിവസവും ഗേൾസ് ഹോസ്റ്റലിൻ്റെ അവിടെ വന്നപ്പോൾ ആ ജനലിലേക്ക് നോക്കി. പക്ഷേ അന്നത് തുറന്നിട്ടില്ലായിരുന്നു. അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അന്ന് ആ സുന്ദരമുഖം കാണാൻ കഴിഞ്ഞില്ല. അതിനടുത്ത ദിവസം കൃത്യം ആ ജനലരികിൽ അവളെ കണ്ടു. പിന്നെ തുടർച്ചയായി മിക്ക ദിവസങ്ങളിലും അവർ തമ്മിൽ കണ്ടു. അവിടുത്തെ പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് കൂട്ടുകാരികളോടൊപ്പമാണ് ഹോസ്റ്റലിന് പുറത്ത് അവളെ ആദ്യമായി കണ്ടത്. എന്തൊരു സുന്ദരിയാണവൾ! മടിച്ചാണ് അരുൺ അവരുടെ നേരെ നോക്കിയത്. അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു ആര്യ എന്ന സുന്ദരമായി ചിരിക്കുന്ന ഉണ്ടക്കണ്ണിയെ. മൂക്കിൻ്റെ വലതുവശത്ത് ഒരു കറുത്ത മറുകുണ്ടായിരുന്നു അവൾക്ക്. അതിനുശേഷം പിന്നെ പരീക്ഷയുടെ തയ്യാറെടുപ്പും സ്റ്റഡി ലീവുമെല്ലാം ആയതുകൊണ്ട് തമ്മിൽ കണ്ടില്ല. ലക്ഷ്യം നേടാനുള്ള ഓട്ടത്തിനിടയിൽ എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഉപരിപഠനവും ജോലിക്കായുള്ള അലച്ചിലും എല്ലാം തീർന്നിട്ട് 3 വർഷങ്ങളേ ആയിട്ടുള്ളൂ. ക്യാഷ്യറായി വൈദ്യുതി ബോർഡിൽ കയറിയ വർഷം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായി. പിറ്റേ വർഷം സീനിയർ അസിസ്റ്റൻ്റായി. ഇതിനിടയിൽ ഒരിക്കൽ പോലും അവളെപ്പറ്റി അന്വേഷിച്ചില്ല. വിവാഹം കഴിച്ച് എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകും എന്നാണ് കരുതിയത്. അവൾ തന്നെ ആയിരിക്കുമോ ഇത്? അന്നത്തേതിൽ നിന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അടയാളമായ മറുക് നോക്കാൻ കഴിഞ്ഞതുമില്ല. സാരമില്ല, സമയം പോലെ വിശദമായി പരിചയപ്പെടാം, അപ്പോൾ അറിയാമല്ലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന ശേഷം ജോയിൻ ചെയ്ത ആര്യ വന്നിരുന്ന സീറ്റ് അരുണിൻ്റെ തൊട്ടടുത്തതാണ്, EB3. അവൾക്ക് അശേഷം സംശയമില്ലായിരുന്നു. അരുണിനെന്നെ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഇല്ല അല്ലേ? സംശയമുണ്ടായിരുന്നു, ഇപ്പോൾ ഉറപ്പായി. വാടിയെന്ന് കരുതിയ പ്രണയം വീണ്ടും തളിരിട്ടു വളരാൻ തുടങ്ങി. അടുത്ത മാസം 12-ാം തീയതി ശനിയാഴ്ചയാണ് അരുണിൻ്റെയും ആര്യയുടെയും വിവാഹം. അടുത്ത കഥ 2 ദിവസങ്ങൾക്കകം പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വായിക്കുകയും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റുകൾ എഴുതുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയുമൊക്കെ ചെയ്ത് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.